കൊണ്ടോട്ടി എം.എൽ.എ. ടി.പി. അഷ്റഫ് അലിയുടെ റീൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൻ വൈറലാകുന്നു. കൊണ്ടോട്ടി ജോയിന്റ് ആർ.ടി.ഒ ഓഫീസ് സന്ദർശിച്ചപ്പോൾ ചിത്രീകരിച്ച വീഡിയോയാണ് വൈറൽ. ദളപതി സിനിമയിലെ സംഭാഷണം ഉൾപ്പെടുത്തിയ വീഡിയോ സൈബർ ലോകത്ത് വലിയ ചർച്ചയാണിപ്പോൾ. റീലിനെ അനുകൂലിച്ചും വിമർശിച്ചും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ റീലൊന്ന് കാണാം. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും വലിയ സിനിമാ സ്റ്റൈലിലുള്ള ഒരു റീലാണ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എം.എൽ.എ അനുകൂലിക്കുന്ന ആളുകളൊക്കെ അതിനെ പ്രശംസിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള റീൽ രാഷ്ട്രീയത്തിനെതിരെ വലിയ വിമർശനം ഉയർന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയെ ആളുകൾ നോക്കിക്കാണുന്നത്? സ്വാതി, ഇത് ജൂൺ 1-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത്. കൊണ്ടോട്ടി എം.എൽ.എ. ആയിട്ടുള്ള അഷ്റഫ് അലി, ടി.പി. അഷ്റഫ് അലി കൊണ്ടോട്ടിയിലെ ജോയിന്റ് ആർ.ടി.ഒ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടുത്തെ ജീവനക്കാർ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്നു. പിന്നീട് ഈ ജോയിന്റ് ആർ.ടി.ഒയുടെ ഓഫീസ് റൂമിലേക്ക് കയറുകയും ആ ജോയിന്റ് ആർ.ടി.ഒയുടെ ചെയറിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്നതാണ് ഈ വീഡിയോ ഉള്ളത്. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സംഭാഷണം എന്ന് പറയുന്നത് ദളപതി സിനിമയിൽ അരവിന്ദ് സ്വാമി അഭിനയിക്കുന്ന കഥാപാത്രം, അദ്ദേഹം കലക്ടറാണ്, കഥാപാത്രം കലക്ടറാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗുണ്ടകളായിട്ടുള്ള മമ്മൂട്ടിയുടെയും രജനീകാന്തിന്റെയും കഥാപാത്രങ്ങളോട് സംസാരിക്കുന്നതാണ്. അതായത് അവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കണം എന്നുള്ളതാണ് ആ സംഭാഷണം. അപ്പോൾ ഇതിനകത്ത് ഈ സംഭാഷണം സത്യത്തിൽ ഈ റീല് തയ്യാറാക്കുന്ന ആളുകൾ, ഇത് അഷ്റഫ് അലി ആയിരിക്കില്ലല്ലോ ഈ റീല് തയ്യാറാക്കിയിട്ടുണ്ടാവുക, അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകളായിരിക്കും. അപ്പം എം.എൽ.എ. ജനപ്രതിനിധിയായ ആളുകൾ അതിനുപയോഗിക്കേണ്ട അല്ലെങ്കിൽ റീൽ ഉപയോഗിക്കേണ്ട മ്യൂസിക്കും അല്ലെങ്കിൽ സംഭാഷണങ്ങളും ഒക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം എന്നതുകൂടിയാണ് ഇത് കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാണ് ആ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളതാണ് തമാശയായി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് കയറി വരുമ്പോൾ സാധാരണഗതിയിൽ ആ ഓഫീസിലെ ചെയറിൽ, അതിൻ്റെ ഔദ്യോഗിക ചെയറിൽ അതാത് സ്ഥലത്തെ ആ ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് സാധാരണ ഇരിക്കുക. എം.എൽ.എ. ആണെങ്കിലും എം.പി. ആണെങ്കിലും മറ്റ് ഒരു ചെയറാണ് അദ്ദേഹത്തിന് ക്രമീകരിച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതുണ്ടായിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് വലിയ വിമർശനങ്ങളാണ് വരുന്നത്. എം.എൽ.എ. സല്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കസേരയിൽ എം.എൽ.എ. എങ്ങനെയാണ് കയറിയിരിക്കുക, അത് ശരിയല്ല, ചട്ടലംഘനമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ വിമർശനങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ ടി.പി. അഷ്റഫ് അലിയെ അനുകൂലിച്ചും ഇത് നല്ല വീഡിയോ ആണ്, റീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ഈ ആര് സല്യൂട്ട് ചെയ്യണമെന്ന് സംബന്ധിച്ച് എം.എൽ.എ. ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തുള്ള ഒരു പുതുമയുടെ പുറത്തായിരിക്കും ഇത്തരം റീലുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പലയിടത്തു നിന്നും. വിവരങ്ങളാണ് പ്രസാദ് നൽകിയത്.